മണിപ്പൂരിൽ വ്യാപക സംഘർഷമെന്ന റിപ്പോർട്ട്. കുക്കികൾ 7 ഗ്രാമങ്ങൾ ആക്രമിച്ചു. CRPF പോസ്റ്റിന് നേരെ അവർ റോക്കറ്റ് ആക്രമണം നടത്തിയെന്ന വാർത്ത. വിനീത VG വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. വിനീത, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ മണിപ്പൂർ ഏതാണ്ട് ശാന്തമാകുന്നൊരു സൂചന ഉണ്ടായിരുന്നു. എന്നാൽ വീണ്ടും കലാപത്തിലേക്ക് ഈ മണിപ്പൂർ മുഖം കുത്തി വീഴുന്നോ? വെരി ഗുഡ് മോർണിംഗ് SKN. തീർച്ചയായും SKN സൂചിപ്പിച്ചതുപോലെ ഒരു 2 മാസം പൂർണ്ണമായും ശാന്തമായിട്ടുള്ള അന്തരീക്ഷം തന്നെയായിരുന്നു മണിപ്പൂരിൽ ഉണ്ടായിരുന്നത്. ഇതാ ഇപ്പോൾ വീണ്ടും ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഒപ്പം തന്നെ ജിരിബാം ജില്ലയിൽ ഇന്നലെ രാത്രിയോടുകൂടി കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആക്രമണങ്ങൾ തുടർച്ചയാവുന്ന സാഹചര്യത്തിലാണ് കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ ഈ CRPFും ഒക്കെയായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ 11 കുക്കി വിഘടനവാദികളെ CRPF വധിച്ചു. ഒപ്പം തന്നെ CRPF ക്യാമ്പിന് നേരെയും ആക്രമണം ഉണ്ടായി. ഈ ആക്രമണത്തിൽ ഒരു ജവാന് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ഒരു CRPF ഉദ്യോഗസ്ഥരാണ് പരിക്കേറ്റിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരമനുസരിച്ച് 7 ഗ്രാമങ്ങളിലൂടെ ഈ കുക്കി വിഘടനവാദികൾ ആക്രമണം നടത്തി എന്നുള്ളത് തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇന്നലെ ഈ കർഫ്യൂ ഉൾപ്പെടെ ഏർപ്പെടുത്തിയ ജിരിബാമിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. തംന പൊക്പി, ചാനുങ്, ഫൈങ്, സെറ്റൻ, കുട്രുക്ക് എന്നിവിടങ്ങളിലൊക്കെ തന്നെയാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. ഈ സാധാരണ ആളുകളൊക്കെ താമസിക്കുന്ന മേഖലകളാണ്. ഈ ജനങ്ങൾക്കൊക്കെ വലിയ രീതിയിലേക്കുള്ള ആശങ്കയുണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. തുടർന്ന് ഈ മേഖലകളിലൊക്കെ തന്നെ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ആ മേഖലകളിലൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ CRPF ക്യാമ്പിന് നേരെയും റോക്കറ്റ് ആക്രമണം നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധനകളൊക്കെ തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ഇന്നലെ ഈ ആക്രമണം നടത്തിയിട്ടുള്ള ഈ മേഖലകളിൽ നിന്ന് ആയുധങ്ങളും വെടിക്കോപ്പുകളും ഒക്കെ തന്നെ കണ്ടെത്തിയിരിക്കുന്ന ഒരു പശ്ചാത്തലവുമുണ്ട്. തുടർന്ന് അതീവ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെയാണ് ഈ മേഖലകളിൽ ഒരുക്കിയിരിക്കുന്നത്. കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട് ജിരിബാമിൽ. ഏറ്റവും പ്രധാനമായും പറയേണ്ടത് ഇങ്ങനെ തുടർച്ചയായി ഈ ആക്രമണങ്ങൾ ഉണ്ടാവുകയാണ് എങ്കിൽ വീണ്ടും ഒരു അശാന്തതയിലേക്ക് തന്നെയായിരിക്കും കാര്യങ്ങൾ പോവുക. ഇന്നലെ ഈ കുക്കി സംഘടനകളടക്കം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരൊക്കെ തന്നെ ആശങ്ക പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ തന്നെ ഈ സ്ഥിതിഗതികൾ നിയന്ത്രിക്കുന്നതിനും സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാക്കുന്നതിനുമൊക്കെ കേന്ദ്രത്തിന്റെ ഒരു ഇടപെടൽ വേണമെന്നും നേതാക്കളൊക്കെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും അങ്ങനെ ഒരു സമാധാന അന്തരീക്ഷം ഒരു 2 മാസത്തിന് ശേഷം അത് തകരുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. SKN. ഓക്കെ, താങ്ക് യു വിനീത VG.